നമസ്കാരം. ഓ ഓ ഓ എഴുത്തച്ഛൻ്റെ ഹരിനാമ കീർത്തനം ശ്ലോകം 65 പാരായണം ചെയ്ത് എന്താണ് ആ ശ്ലോകത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ലത്വം ഭവിച്ചിതുലകാരത്തിന പരിച തത്വം നിനക്കിലൊരു ജീവിത്വമുള്ളു തവ. കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥഹരി നാരായണായ നമ. 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 ലകാരത്തിന് ളത്വം ഭവിച്ചത്. സംസ്കൃതത്തിൽ ലകാരത്തിന് ലകാരം വരാറുണ്ട്. കാല കാള ശബ്ദങ്ങളിലെ ലകാരത്തിൻ്റെയും ലകാരത്തിൻ്റെയും മാറ്റത്തിൽ അർത്ഥവ്യത്യാസമൊന്നുമില്ലല്ലോ. അപ്പരിച തത്വം നിനക്കിൽ തവ ഒരു ജീവിത്വമുള്ളൂ. അതുപോലെ സത്യം ആലോചിച്ചാൽ പരമാത്മാവിന് ജീവാത്മാവെന്ന ഭാവം ഒരു മാറ്റമാണെന്ന് പറയാൻ വയ്യ. ലകാരത്തിന് ലകാരം കൊണ്ട് എന്തു മാറ്റം വന്നു അത്ര മാറ്റമേ പരമാത്മാവിന് ജീവാത്മാവെന്നുള്ള അവസ്ഥ കൊണ്ട് ഉണ്ടാകുന്നുള്ളൂ. വാസ്തവം ആലോചിച്ചാൽ ഉള്ളത് ലകാരമാണ്. ള കേവലം ആദേശം മാത്രമാണ്. ആദേശം മറ്റൊന്നിൻ്റെ രൂപം തന്നെയാണ്. അത് ആരോപമാണ്. ആരോപിതമായതിൽ ആദ്യമുള്ളത് ലയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആദ്യമുള്ളത് മറ്റൊന്നായി തെളിഞ്ഞ് വന്നിരിക്കുന്നു എന്ന അർത്ഥമാണ് ഇവിടെ ഉള്ളത്. അതായത് പ്രൊജക്റ്റ് ചെയ്ത് വന്നിരിക്കുന്നു എന്ന അർത്ഥം. ലാ തന്നെ ള, അഥവാ ലായല്ലാതെ ള ഇല്ല. അതുപോലെ പരമാത്മാവില്ലാതെ ജീവാത്മാവില്ല. ഉണ്ടെന്ന് തോന്നുന്നത് അധ്യാസസമർത്ഥമായ ബുദ്ധി കൊണ്ട് മാത്രമാണ്. ബുദ്ധി ദ്വിത്വകൽപ്പനയ്ക്ക് ആധാരവുമാണ്. ബുദ്ധിക്ക് ആധാരം ബ്രഹ്മം. അപ്പോൾ ബ്രഹ്മത്തിൽ ബുദ്ധിയും ദ്വിത്വവും കേവലം അധ്യാരോപിതങ്ങളാണ്, അല്ലാതെ അവ യഥാർത്ഥങ്ങളല്ല. ഒന്നുകൂടി ചൊല്ലാം 65-ാമത്തെ ശ്ലോകം. ലത്വം ഭവിച്ചിതുലകാരത്തിന പരിച തത്വം നിനക്കിലൊരു ജീവിത്വമുള്ളു തവ. കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥഹരി നാരായണായ നമ. 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 ലോകാ സമസ്ത സുഖിനോ ഭവന്തു.